ഹലോ, അസ്സലാമലൈക്കും. പിന്നെ എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷങ്ങൾ? അപ്പം നമ്മൾ ഇന്നലെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ, നമുക്ക് യൂട്യൂബിൽ നിന്ന് ഫസ്റ്റ് പേയ്മെൻറ്റ് കിട്ടിയെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരു വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഒരുപാട് പേര് നല്ല നല്ല കമൻറ്റ്, എല്ലാവരും അതട്ടെ, അതിലൊരു കുറ്റം പറയാൻ വെച്ചിട്ട് നമുക്കൊരു കമൻറ്റും കാര്യങ്ങളും ഒന്നും വന്നിട്ടില്ല. എല്ലാവരും നല്ല കമൻറ്റ് കാര്യങ്ങളാണ് അതിലിട്ടിട്ടുണ്ടായിരുന്നത്. പിന്നെ ഉപ്പാടിയും ഉമ്മാടിയും കയ്യിൽ കൊടുത്തത് അതന്നെ ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേര് കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ പറ്റുന്നവർക്കൊക്കെ നമ്മൾ റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. പിന്നെ റിപ്ലൈ തന്നില്ല എന്ന് വിചാരിച്ചിട്ട് ആരും ടെൻഷൻ അടിക്കണ്ട. നിങ്ങളൊരു സപ്പോർട്ട്, അതാണ് എൻ്റെ ഒരു ധൈര്യം. അപ്പോൾ ഞാൻ റിപ്ലൈ തന്നില്ല എന്ന് വിചാരിച്ചിട്ട് നിങ്ങളാരും ടെൻഷൻ അടിക്കണ്ട. ഞാൻ ലൈക്കെങ്കിലും അടിച്ചിട്ട് ഉണ്ടാവും. അപ്പോൾ ഒരുപാട് പേര് ഇതിൻ്റെയൊക്കെ സ്റ്റോറി പറഞ്ഞു തരുമെത്താം, ഇത് എങ്ങനെയാണ്. അപ്പോൾ പലർക്കും ഇങ്ങനെ പൈസ കിട്ടിയെന്ന് പറഞ്ഞപ്പോൾ എല്ലാവർക്കും ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. എന്നേക്കാൾ കൂടുതൽ സന്തോഷം എൻ്റെ സബ്സ്ക്രൈബേഴ്സിനും അതുപോലെ തന്നെ എൻ്റെ ഉപ്പാടിയും ഉമ്മാടിയും ഒക്കെ സന്തോഷം. അതൊക്കെയാണ് നമുക്ക് കാണേണ്ടത്. അപ്പോൾ അതൊക്കെ അവരെ സന്തോഷം കൂടാണ്ട് കണ്ടപ്പോൾ പിന്നെ എനിക്ക് ഒരുപാട് ഊർജം കിട്ടിയതുപോലെ. കാരണം ഇനി ഇവിടെ നിന്നുകൊണ്ട് നമുക്ക് എത്ര പറ്റാവുന്നിടത്തോളം വീഡിയോസ് ഇട്ടിട്ട് എല്ലാ മാസവും നമുക്ക് വാങ്ങണം എന്നുള്ളൊരു ഇൻട്രസ്റ്റ് കൂടി. അപ്പോൾ ഒരുപാട് പേര് എന്നോട് ചോദിച്ചു, ഒരുപാട് പേർക്ക് യൂട്യൂബിനെ കുറിച്ചിട്ട് അറിയാത്ത ഒരുപാട് പേരുണ്ട്. അപ്പോൾ എങ്ങനെയാണ് യൂട്യൂബ് ചാനൽ തുടങ്ങുക? ഇപ്പം എൻ്റെ നാട്ടിൽ തന്നെ ഇപ്പോൾ ഒരു യൂട്യൂബർ വേറെ ഇല്ല. അങ്ങനെ യൂട്യൂബിൽ നിന്ന് പൈസ കിട്ടി എന്ന് പറയുമ്പോൾ നാട്ടുകാർക്ക് തന്നെ ഒരു അത്ഭുതം. എങ്ങനെയാണ് കിട്ടി, എന്ത് ചെയ്തിട്ടാണ് കിട്ടി എന്നൊക്കെയാണ് ഓരോരുത്തർ ചോദിക്കുന്നത്. പല നാടുകളിൽ പല രാജ്യങ്ങളിലൊക്കെ അല്ലേ നമ്മളിങ്ങനെ യൂട്യൂബേഴ്സിന് പൈസ കിട്ടുക. സത്യത്തിൽ ഞാൻ പോലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല എനിക്ക് ഇതിൽ നിന്നൊരു പൈസ ഏൺ ചെയ്യാൻ പറ്റുമെന്ന്. ഞാനൊരു സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല. കാരണം എനിക്ക് തോന്നുന്നത് എന്തായിരുന്നു എന്നറിയോ, യൂട്യൂബ് ചാനലുണ്ട്, പലർക്കും പൈസ കിട്ടി അവരടിച്ച് പൊളിച്ച് ജീവിക്കണം എന്നൊക്കെ ഞാൻ വിചാരിച്ചപ്പോൾ അതൊന്നും ഉണ്ടാവില്ല എന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ എനിക്ക് എൻ്റെ അനുഭവം വെച്ചിട്ട് പറയുകയാണ്. അപ്പോൾ എനിക്കിത് കിട്ടിയപ്പോൾ എനിക്ക് മനസ്സിലായി, യൂട്യൂബിൽ നിന്ന് നമുക്കിങ്ങനെ നമ്മൾ കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് പൈസ കിട്ടും എന്നുള്ളത് എനിക്കിപ്പോൾ മനസ്സിലായി. അപ്പോൾ ആരും ടെൻഷൻ അടിക്കണ്ട. ചാനലുള്ളവരെന്ത് ചെയ്യുക, അതവിടെ ഇടാണ്ട് ഡെയിലി വീഡിയോസ് ഇടാൻ നോക്കുക. നിങ്ങളെപ്പോലെ തന്നെ ഇരുന്ന് ഞാൻ വീഡിയോസൊന്നും കയറിപ്പോവാണ്ട് നിർത്തിപ്പോയാലോ നടക്കാൻ വിചാരിച്ചിട്ടുണ്ട്. കാരണം നമ്മളിങ്ങനെ ഓരോ വീഡിയോസ് ഇടും, അതാരും കാണില്ല, 1 വ്യൂ അല്ലെങ്കിൽ 2 വ്യൂ അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് എത്ര വട്ടം നിർത്തിപ്പോവാന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടെന്നറിയാം. ആ ആളാണ് ഞാൻ. അങ്ങനെ ഇപ്പം ഞാൻ ഇവിടം വരെ എത്തിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് നമ്മൾ അവിടുന്ന് മുതലുള്ള കഷ്ടപ്പാട് തന്നെയാണ്. കഷ്ടപ്പാടെന്ന് പറയുമ്പോൾ നമുക്ക് ഈ ഒരു വീഡിയോസ് എടുക്കുക, അത് നമ്മൾ അപ്ലോഡ് ചെയ്യുക, നമ്മളെ കണ്ടൻറ്റ് എന്താണോ അതിനെക്കുറിച്ചിട്ടുള്ള വീഡിയോസ് നമ്മൾ എടുക്കുക, നമ്മൾ ഡെയിലി അപ്ലോഡ് ചെയ്യുക, അത്രേ വേണ്ടുള്ളൂ. തുടക്കത്തിൽ തന്നെ നമ്മൾ ഓരോ വീഡിയോസ് അപ്ലോഡ് ചെയ്യുക. പിന്നെ നമുക്ക് അവിടെ നിന്ന് അങ്ങോട്ട് നമുക്കിങ്ങനെ കൂടുമ്പം തന്നെ നമുക്കൊരു ഇൻട്രസ്റ്റ് വരും വീഡിയോസ് ഇടാൻ വേണ്ടിയിട്ട്. അപ്പം അതിനനുസരിച്ചിട്ട് നിങ്ങൾ വീഡിയോസ് ഇടുക. പിന്നെ ചിലവർക്ക് കണ്ടൻറ്റ് എന്താ ഇടുക, അതായത് കുക്കിങ്ങാണ് ചെയ്യണമെന്ന് വെച്ചെങ്കിൽ കുക്കിങ്ങിനെ കുറിച്ചിട്ടുള്ള തന്നെ ഇട്ടുകൊണ്ടിരിക്കുക. അങ്ങനെ ബ്യൂട്ടി ടിപ്സാണ് വെച്ചെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ചിട്ട് തന്നെ ഇട്ടുകൊണ്ടിരിക്കുക. അപ്പം നമുക്ക് ഓൾറെഡി നമ്മുടെ മനസ്സിൽ ഓരോരോ പുതിയ കണ്ടൻറ്റുകൾ നമുക്ക് വരും, ഐഡിയകൾ വരും നമുക്കിങ്ങനെ വീഡിയോ ഇട്ട് തുടങ്ങിയാൽ. അപ്പം എല്ലാവരും എന്ത് ചെയ്യുക, ചാനലുള്ളവർ അത് നിർത്താണ്ട് അതിങ്ങനെ വീഡിയോസ് ഇട്ടിട്ട് കൊണ്ടുവരിക. നിങ്ങളുടെ ഇല്ല പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളവരുണ്ട് എന്നുണ്ടെങ്കിലും നമ്മളോട് പറയും. അതായത് കമൻറ്റിൽ ചോദിക്കുക, ഇങ്ങനെ ഒരു ചാനൽ തുടങ്ങണമെന്നുണ്ട്, സഹായിക്കാൻ പറ്റുമോ, പറഞ്ഞു തരുമോ, അങ്ങനെയുള്ളവരുണ്ട് എന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തോളൂ. ഞാൻ നിങ്ങൾക്ക് അത് കറക്റ്റായിട്ട് പറഞ്ഞു തരാം. എല്ലാവർക്കും വാങ്ങാൻ കഴിയണം. ഇനിയിപ്പോൾ ചാനലുള്ളവരാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഡെയിലി ഒരു വീഡിയോസെങ്കിലും ഡെയിലി അപ്ലോഡ് ചെയ്യാൻ നോക്കുക. പിന്നെ ചാനൽ മോണിറ്റൈസേഷനായി അതുപോലെ തന്നെ 1K സബ്ബൊക്കെ ആയിട്ടുണ്ടെന്ന് ശേഷം നമുക്ക് കൂടുതൽ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടാം. അപ്പോൾ നിങ്ങളെന്ത് ചെയ്യുക, പറ്റാവുന്നിടത്തോളം ചാനലുള്ളവർ ഡെയിലി മുടങ്ങാതെ ചാനലിൽ വീഡിയോസ് ഇടാൻ വേണ്ടിയിട്ട് നോക്കുക. പിന്നെ ചാനലില്ലാത്തവരുണ്ട് എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഒരു ചാനലൊക്കെ തുടങ്ങുക. എന്നെപ്പോലെ തന്നെ എനിക്ക് പൈസ വാങ്ങാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ 100% ഞാൻ ഉറപ്പ് പറയണത് നിങ്ങൾക്കും പറ്റും. എൻ്റെ ഈ വീഡിയോസ് കാണുന്ന എല്ലാവർക്കും പേയ്മെൻറ്റ് വാങ്ങാൻ പറ്റും. ഞാൻ അത്രയും ഉറപ്പ് പറയണം. ഞാൻ ഒന്നും എവിടെയും എത്തേണ്ട ഒരാളല്ലായിരുന്നു.
എനിക്ക് വാങ്ങാൻ പറ്റിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നാളെ നിങ്ങൾക്കും വാങ്ങാൻ പറ്റും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ചാനൽ ഇല്ലാത്തവർ ചാനൽ തുടങ്ങുക, ഉള്ളവർ അത് തുടർന്ന് പോവുക. അപ്പോൾ എന്ത് സംശയങ്ങൾക്കും ഞാൻ നിങ്ങൾക്ക് മറുപടി തരുന്നതാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, മുടങ്ങാണ്ട് വീഡിയോസ് ഇടുക. പിന്നെ നമുക്ക് 1000 സബ്ബാണ് ഫസ്റ്റ് ആവേണ്ടത്. അതുപോലെ തന്നെ 1000 സബ്ബും വേണം, 4000 വാച്ച് അവറാണ് നമുക്ക്. ആ ഒരു കടമ്പയാണ് നമുക്ക് ആദ്യം തന്നെ കടക്കാനുള്ളത്. അത് കടന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ രക്ഷപ്പെട്ട്. 1000 സബ്ബും 4000 വാച്ച് അവറും ആയിക്കഴിഞ്ഞാൽ നമുക്ക് മോണിറ്റൈസേഷൻ ആവുകയും ചെയ്യും. അപ്പം അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിനെക്കുറിച്ചിട്ട് വേറൊന്നും അറിയണ്ട. പിന്നെ നമുക്ക് വരുന്നതാണ് ഡോളർ കയറി തുടങ്ങുക. 4000 വാച്ച് അവർ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ബാങ്ക് ഡീറ്റെയിൽസ് കാര്യങ്ങൾ, വെരിഫിക്കേഷൻ ID അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മൾ കറക്റ്റായിട്ട് ചെയ്ത് കൊടുക്കുക. അതിനെക്കുറിച്ചൊക്കെ ഇനി മോണിറ്റൈസേഷൻ ആയവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, അറിയാൻ പറ്റാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ഫീസും വേണ്ട, നമ്മളത് കറക്റ്റായിട്ട് പറഞ്ഞു തരുന്നതാണ്. അപ്പം അതിലൊന്നും നിങ്ങൾ പേടിക്കണം. എനിക്ക് അറിയുന്ന അറിവ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരും. അപ്പം നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും എന്നോട് ചോദിക്കുക. അത് വാട്സപ്പിലാണെങ്കിലും കമൻറ്റിൽ കൂടെ ആണെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാം. എനിക്കിന്ന് ഒരുപാട് പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അതിൻ്റെ കൂട്ടത്തിലാണ് ഇപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോസ് നിങ്ങൾ ചോദിച്ച സംശയങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ എടുത്ത് തരുന്നത്. പക്ഷെ ഇന്ന് നല്ല മഴയാണ്. ഒക്കെ ഇന്ന് മുതൽ നമ്മൾ പോസ്റ്റ് വഴി അയക്കേണ്ടതാണ്. അപ്പോൾ ആയത് ഒരു ഓട്ടോറിക്ഷക്കാണ് നമ്മൾ പോയിട്ട് അയക്കാറ്. അപ്പോൾ നമ്മൾ ആയതെന്നല്ല, ഒരു ഓട്ടോറിക്ഷ വിളിച്ച് പോകുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ, ഓട്ടോറിക്ഷ ചാർജ് കാര്യങ്ങളൊക്കെ നമുക്ക് വരും. ആദ്യമൊക്കെ സ്കൂട്ടിയിലാണ് ഞാൻ പോയായിരുന്നത്. പിന്നെ സ്കൂട്ടി കേടായപ്പോൾ ഇപ്പോൾ ഓട്ടോറിക്ഷ വിളിച്ചിട്ടാണ് പോണത്. അപ്പോൾ ഒരു വണ്ടിക്ക് നമുക്ക് പറ്റാവുന്നിടത്തോളമൊക്കെ നമ്മൾ കൊണ്ടുപോയി അങ്ങനെയാണ് നമ്മൾ അയക്കാറ്. പിന്നെ പിറ്റേ ദിവസം ഒരു ദിവസം അതിനായിട്ട് വെക്കുക, അങ്ങനെയാണ് ചെയ്യുക. ഇപ്പോൾ കറണ്ട് ഉണ്ടായിരുന്നു, ഇപ്പോൾ കറണ്ട് പോയിട്ട്, അപ്പോൾ അതാണ് വെളിച്ചത്തിലൊരു വ്യത്യാസം വന്നത്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ അയക്കുന്നത്. അപ്പോൾ ഇനി ഇവിടുന്ന് അങ്ങോട്ട് നമ്മൾ പോസ്റ്റ് വഴിയാണ് എല്ലാവർക്കും അയച്ചു കൊടുക്കുക. ഒരുപാട് പേര് ബുദ്ധിമുട്ടുണ്ട് പോസ്റ്റ് വഴി അയക്കാത്ത കാരണം. അപ്പം ഇനി നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് ശരിയാക്കാം. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, നിങ്ങളെല്ലാവരും എന്ത് ചെയ്യുക, ചാനൽ തുടങ്ങുക, വീഡിയോ ഇടുക, എന്നെ പോലെ തന്നെ നിങ്ങളും പൈസ വാങ്ങാൻ വേണ്ടിയിട്ട് നോക്കുക. അപ്പോൾ ഇതൊക്കെ ചെയ്യുക. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ നമുക്ക് ഡോളർ 100 എന്ന് മുതൽ ഡോളർ ആവുന്നോ അന്നാണ് നമുക്ക് നമ്മുടെ അക്കൗണ്ടിലേക്ക് പൈസ വരിക. അത് വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ രക്ഷപ്പെട്ട് പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ട് നമ്മുടെ ചാനൽ കയറി പോകും. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ടുകളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളോട് വാട്സപ്പിൽ മെസ്സേജ് അയക്കുക, അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുകയോ ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും ഒരുവിധം സംശയങ്ങളൊക്കെ മാറിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയക്കുക. അപ്പോൾ എനിക്കറിയണതും ഞാൻ വന്ന വഴി എൻ്റെ സ്റ്റോറിയൊക്കെ നിങ്ങളോടൊന്ന് പങ്കുവെച്ചെന്നുള്ളൂ. അപ്പോൾ ഒരുപാട് പേര് കമൻ്റൊക്കെ ഇട്ടെന്ന് അറിഞ്ഞല്ലോ, ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ കൂടുതലൊന്നും പറയാനില്ല. ഒരുപാട് പേർക്ക് എൻ്റെ ആ ഒരു വീഡിയോ കണ്ടിട്ട് സങ്കടം വന്നവരുണ്ട്, സന്തോഷം വന്നവരുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേര് മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടെ ഞാൻ നന്ദി അറിയിക്കുകയാണ്. ഇനി ഇവിടുന്ന് അങ്ങോട്ട് നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് എനിക്ക് വേണം കേട്ടോ. അപ്പോൾ ഞാൻ കൂടുതൽ വീഡിയോ അങ്ങനെ നീട്ടി കൊണ്ടുപോകണില്ല. അപ്പോൾ അറിയണ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയച്ചോ അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ചെയ്യട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതുപോലെ തന്നെ പുതിയൊരു ഓപ്ഷൻ ഉണ്ട്, ഹൈപ്പ്, അതും കൂടെ ഒന്ന് ചെയ്തേക്കുക. അപ്പോൾ ഓക്കെ, ബായ്.